വലിയൊരുന്നാൾക്കൊക്കെയുള്ള ഒരുക്കങ്ങളൊക്കെ എവിടം വരെ എത്തി? നമ്മളിതാ തുടങ്ങണേ ഉള്ളൂ കേട്ടോ. ഇനിയും പെൻഡിങ് ആക്കി വെക്കുവാണെങ്കിൽ ശരിയാവത്തില്ല. കാരണം ഇനി 2-3 ദിവസം കൂടെ ബാക്കിയുള്ളൂ. സോ നമ്മൾ രാവിലെ തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സെറ്റാക്കിയിട്ട് ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഓൺ വോയിസ് ആയിട്ടായിരുന്നു ഇൻട്രോ എടുത്തതിൻ്റെ, അതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളിക്കണത്. പിന്നെ അത് ശരിയാവാത്തതുകൊണ്ട് നമ്മളിങ്ങനെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വെച്ചു. കുട്ടികൾക്കുള്ള ഡ്രസ്സും കുറച്ച് അക്സസറീസൊക്കെ എടുക്കണം. അതിനാണ് ഇപ്പം നമ്മൾ പോണത്. എൻ്റെ അനിയത്തി ഉണ്ടെന്ന് പറഞ്ഞേക്കണ്. അപ്പോൾ 2 പേരും കൂടെ മഞ്ചേരിയിലെത്തുമ്പോൾ അങ്ങോട്ട് ജോയിൻ ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോണത് കേട്ടോ. അനിയത്തി നിഫ്രൂട്ടനൊക്കെ അത് അവിടെ നേരത്തെ കാലത്ത് തന്നെ വന്ന് സെറ്റായി നിൽക്കുന്നുണ്ട്. നമ്മളായിരുന്നു വരാൻ കുറച്ച് ലേറ്റായത്. കുട്ടികൾക്ക് എടുക്കാനെന്നും പറഞ്ഞിട്ടാണ് മെയിനായിട്ട് നമ്മൾ പോരുന്നത്. ബട്ട് ആദ്യം നമ്മൾ എടുക്കാൻ നമുക്ക് കേൾക്കാറും, എന്നാലേ ഒരു സമാധാനം കിട്ടുള്ളൂ. പല കളറിൽ പല ടൈപ്പിലുള്ള മാക്സി കണ്ടാലും ഞാൻ കറങ്ങി തിരിഞ്ഞതാ ഈ ഒരു ഗ്രേപ്പ് കളറിൽ തന്നെ അങ്ങോട്ട് എത്തും കേട്ടോ. എന്താണെന്നറിയില്ല, എനിക്ക് ആ കളറിനോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ആ മാക്സി എടുത്ത് എൻ്റെത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നോക്കിയത് എൻ്റെ മദറിലോക്കുള്ള മാക്സിം ഷോളൊക്കെ ആയിരുന്നേ. അപ്പോൾ അങ്ങനെ ആൾക്കുള്ളത് നമ്മളെടുത്തു. അതിന് ശേഷം അതാ അനിയത്തിക്കുള്ളത് നോക്കുകയാണ്. മാക്സി ആവുമ്പോൾ വീട്ടിൽ നിന്ന് ഇടാൻ സുഖം. എക്സ്പെഷ്യലി അനിയത്തി ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. പിന്നെ എനിക്കും തന്നെ ഐബുട്ടനെ ഫീഡ് ചെയ്യാനൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ചുരിദാറിനേക്കാളും ഇപ്പോൾ കൂടുതൽ കംഫർട്ടായിട്ടുള്ള ഒരു ഡെയിലി വെയർ എന്ന് പറയുന്നത് നമ്മുടെ മാക്സി തന്നെയാണ് കേട്ടോ. അതാണ് നമ്മൾ അതിന് എടുക്കുന്നത്. അല്ലാതെ നമുക്കത്ര വലിയ പ്രായമായിട്ടില്ല ഗൈസ്. നിഷു ആണെങ്കിൽ കുറേ ദിവസമായി ഷോർട്ട് കുർത്തി എന്നും പറയൽ തുടങ്ങിയിട്ട്. ബട്ട് ഓക്ക് ഇവിടുത്തെ ഷോർട്ട് കുർത്തി ഒന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇത് വേണ്ട, എനിക്ക് ടീഷർട്ട് മതി എന്ന് തന്നെ പറഞ്ഞ് കറങ്ങി തിരിഞ്ഞ് അത് ടീഷർട്ടിൽ എത്തുള്ളൂ എന്ന് എനിക്ക് എന്തായാലും അറിയാം. ഫൈനലി നമ്മൾ നിഷുവിനിതാ ഈ ഒരു ടീഷർട്ടാണ് എടുത്തത്. പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരമൊന്നും തിരഞ്ഞു നിൽക്കേണ്ട ആവശ്യം വന്നില്ല. ഒന്നാമത് നമ്മൾ ഈ ബ്ലാക്ക് തീം എന്നുള്ള ആ ഒരു സംഭവം കൊണ്ടതിന് വന്നതിൻ്റെത്. അപ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ, അത് മാത്രം നോക്കിയാൽ മതിയല്ലോ. നിഫ്രകുട്ടനും ആ സെയിം ടീഷർട്ട് തന്നെയാണ് എടുത്തത്. ഇത്താത്താക്കും ദീദിക്കും ബ്ലാക്ക് ടീഷർട്ട് എടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പം ചെക്കനായിട്ട് കുറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവനും ബ്ലാക്ക് ടീഷർട്ട് തന്നെയാണ് എടുത്തത്. ഈ ഒരു സെയിം ടീഷർട്ട് തന്നെയാണ് എടുത്തത് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പെരുന്നാക്കൊക്കെ ഒരു ബ്ലാക്ക് ഫാമിലി ആയിക്കാരം. നോക്കട്ടെ ഓനെ വിട്ട് കൈ വിട് നിഷു, ഓനെ വിട്ട് നിൽക്കാനാവൂല കേട്ടോ. ഫൈസ് ലീവാണ്, അതാണ് കൈയാണ്. മതി. കുട്ടികൾക്കുള്ള ടീഷർട്ടൊക്കെ കിട്ടിയതിന് ശേഷം നമ്മളിതാ ഇപ്പച്ചയ്ക്കുള്ള ഷർട്ട് എടുക്കാൻ വേണ്ടി പോയിട്ടോ. ഒക്കെ ഈ ഒരു സെയിം ഷോപ്പിൽ തന്നെയാണ്. നമ്മുടെ മഞ്ചേരി നാസിയ സിൽക്സ് ഉണ്ടല്ലോ, അവിടേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. അതാവുമ്പോൾ എല്ലാവർക്കും ഉള്ളത് അവിടെ തന്നെ ഉണ്ടാകും. ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് അക്സസറീസും കൂടെ വാങ്ങിക്കണം. അതിനിപ്പോൾ ഇതാ നമ്മൾ ഫാൻസിയിൽ എത്തിയിട്ടുണ്ട്. പയ്യസല്ല 3 ദിവസമുണ്ട്. ടെക്സ്റ്റൈൽസിനെക്കാളും കൂടുതൽ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തത് ഇവിടെ ഫാൻസിയിലാണ് കേട്ടോ. ഇത് തീർന്നില്ല വാങ്ങിയിട്ട്. ഐബുട്ടൻ്റെ കണ്ണാണെങ്കിൽ ഫുള്ള് ആ നിരത്തി വെച്ച കാറിലോട്ടാണ് കേട്ടോ. പലതരത്തിലുള്ള വാഹനങ്ങൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയിമക്കാണോ എൻ്റെ കണ്ണ് പോണത്. ഡ്രസ്സ് എടുക്കലും ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കാമെന്ന് വെച്ച്. കാരണം രാവിലെ വന്നതല്ലേ, ചാർജ് ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനിയിപ്പം കുട്ടികൾക്ക് ചെരുപ്പും കൂടെ എടുക്കണം, അത് മാത്രമേ പെൻഡിങ് ഉള്ളൂ. അപ്പം അതിന് മുന്നേ ഇതങ്ങോട്ട് തീരുമാനമാക്കാമെന്ന് വെച്ചേ. അപ്പോൾ നിഷുവിനും നിഫ്രകുട്ടനൊക്കെ ചിക്കൻ ലോലിപോപ്പ് ഉണ്ടല്ലോ, അത് മതി എന്ന് പറഞ്ഞ് എനിക്കും അനിയത്തിക്കും പിന്നെ ആസ് യൂഷ്വൽ ഉള്ളിവട. ഞങ്ങൾക്ക് എവിടെ പോയാലും അതിനോട് ഒരു പ്രത്യേകതരം ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ അത് മതി എന്ന് പറഞ്ഞേ. പിന്നെ എല്ലാവർക്കും ബ്ലൂ ലൈമാണ് ഇഷ്ടം, അപ്പോൾ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്നും ഇറങ്ങി. ഇത്തവണ എൻ്റെ പെരുന്നാൾ കോടി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട് എടുത്തിട്ടുള്ള ഡ്രസ്സാണ്. ഒരുവിധ ആൾക്കാരൊക്കെ ഇട്ടിട്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് ഞാൻ പെരുന്നാൾക്ക് കാണിച്ചു തരണ്ടി. ചെറുപ്പെടുക്കലും കൂടെ പെൻഡിങ് ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്തതിന് ശേഷം ഓള് പുല്ലൂർക്ക് ബസ്സും കയറി, ഞാനിവിടെ ആനക്കയത്തേക്കും ബസ് കയറി. വന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നത് ഓർമ്മയുണ്ട്. ആകെ മൊത്തം ടയേർഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഉച്ചയ്ക്ക് വീഡിയോ എടുത്തില്ല. പിന്നെ നമ്മൾ വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം നേരെ പോണത് തറവാട്ടിലോട്ടാണ്. ഇന്ന് അവിടെ സൽക്കാരാണ് കേട്ടോ. ഇസുട്ടനും ലച്ചും ഐബുട്ടനെയും നിഷുവിനെയും വെയിറ്റ് ചെയ്തുകൊണ്ട് ഇത് അവിടെ വൈക്കത്തന്നെ നിൽക്കണുണ്ടായിരുന്നേ. ഐബുട്ടൻ അതൊന്നും കാണണ്ട. ഓന് ഇപ്പപ്പാനെ കണ്ടാൽ പിന്നെ ഇപ്പപ്പാൻ്റെ പോക്കറ്റ് ചെക്ക് ചെയ്യണ പണിയാണ്. അതിന് മുട്ടായി കിട്ടിയാലേ ഓന് സമാധാനമാവുള്ളൂ.
ഞാൻ വന്നപ്പോൾ എൻ്റെ പെരുന്നാൾ ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ, അതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. പുല്ലൂരിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അടിക്കും, അതായത് എനിക്കും അനിയത്തിക്കൊക്കെ തയ്ക്കാൻ അറിയാട്ടോ. ഇതിപ്പം ഇവിടെ അതിനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ തറവാടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ താത്താൻ്റെ അടുത്താണ് കൊടുക്കലേ. അപ്പം ഞാൻ അങ്ങോട്ട് പോവുകയാണ്. പോണ വൈക്കലാണ് ഈ ഒരു കാഴ്ച കണ്ടത്. കുട്ടികൾ ഇവിടെ ചാമ്പൊക്കെ പറിക്കുകയാണ്. നമ്മളെ ഉമ്മച്ച് കുലിക്കണതാ. വീഡിയോ എടുത്തപ്പോ ഒന്നും ചാടണില്ലേ? അതൊന്നോ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ കൊടുത്ത് ഞാൻ ഇവിടെ തിരിച്ചെത്തിയപ്പോൾ ഇവിടെ ജ്യൂസൊക്കെ സെറ്റ് ചെയ്യുന്ന പരിപാടിയിലാണ് കേട്ടോ. ഇത് മാത്രമേ ഇവിടെ ഉണ്ടാക്കണുള്ളൂ, ബാക്കി സംഭവങ്ങളൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരാണ് ചെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ വൈകുന്നേരം വന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ കാലത്ത് തന്നെ എത്തും ഫുഡൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ മാംഗോ ജ്യൂസൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് ഐറ്റംസ് വന്നിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ട്. സോറി ഗൈസ്, ബീഫ് ബിരിയാണിയാണ് കേട്ടോ. എനിക്ക് ഈ ചിക്കന് മാത്രമേ വായിൽ വരുള്ളൂ. ബീഫ് ബിരിയാണി ഉണ്ട്. എന്താപ്പാ ചെമ്പിൻ്റെ ഒക്കെ ഒരു കോലല്ലേ. ചെമ്പും കുടിക്കുകയും കാണാൻ ഭംഗിയില്ലാന്നുണ്ടെങ്കിലും അതിനകത്തുള്ള ബിരിയാണി ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നേ. ബിരിയാണിനെ കൂടാണ്ട് ഫ്രൈഡ് റൈസും ബട്ടർ ചിക്കനും ബ്രോസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. ക്യാമറാമാനോൻ എൻ്റെ സ്വന്തം നാത്തൂനാണ്. അപ്പോൾ ചെറിയ ചെറിയ ഷെയ്ക്കൊക്കെ ഉണ്ടാകും, നിങ്ങളത് മൈൻഡ് ആക്കണ്ട. ആള് പഠിച്ചു വരുന്നേ ഉള്ളൂ. ആളെ പഠിപ്പിക്കാൻ നാത്തൂനായിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ. അപ്പം നമുക്ക് സെറ്റ് ആക്കണം ഇൻഷാ അല്ലാ. എൻ്റെ ഇളച്ചിൻ്റെ ബ്രദറിനെയും ഓൻ്റെ വൈഫിനെയാണ് നമ്മൾ സൽക്കാരം വിളിക്കണത്. അത് ഞാൻ പറയാൻ മറന്നുപോയി ഗൈസ്. പിന്നെ ഓലൊക്കെ വന്ന് ഓൽക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ അതൊന്നും എനിക്ക് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവുമല്ലോ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടെ നിൽക്കലേരാരുമില്ല, എല്ലാവരും പോണോലാണ്. എത്രയൊക്കെ നമ്മൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ചാലും എൻ്റെ മദറിലൊക്കെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. പോവാൻ നേരത്ത് ഇങ്ങനെ കുറച്ച് ആക്കി തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടൂല. നമ്മൾ കുറേ പറയും വേണ്ട വേണ്ട, കാരണം നമ്മളെല്ലാവരും കഴിച്ചതല്ലേ. പക്ഷെ ആൾക്ക് സമാധാനം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് കൊടുന്നേ തീരത്തുള്ളൂ. സൽക്കാരൊക്കെ കഴിഞ്ഞ് എല്ലാവരുടെയും വരലും പോവലും ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കും അവിടുന്ന് ഇറങ്ങാനായിട്ടുണ്ട്. എല്ലാം കൂടെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്ക് ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ടായിരുന്നേ. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.